എല്ലാവരും പറയുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ടാറ്റയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ എടുക്കത്തില്ല. ഒരാളൊരു സ്പ്രിൻ്റ് ഓടാൻ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിന് കിട്ടുന്നത്. ഡീസൽ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ സർവീസിൻ്റെ ഇഷ്യൂ എന്നൊക്കെ പറയുന്ന സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാറ്റ കേരളത്തിൽ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു സബ് SUV സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 15 തൊട്ട് 25 ലക്ഷം രൂപ വരെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള SUVകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രെറ്റ, സെൽറ്റോസ് ഒക്കെയുള്ള ഒരു മാർക്കറ്റിനെ ടാറ്റ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് സിയാറ എന്ന് പറഞ്ഞൊരു മോഡൽ ലോഞ്ച് ചെയ്ത് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേയധികം വീഡിയോസ് ഇപ്പോൾ ഞാൻ തന്നെ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെട്രോളിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഡീസലിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നതിൻ്റെ റീസൺ അല്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ടാറ്റയുടെ സർവീസ് അല്ലെങ്കിൽ ടാറ്റയുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലെക്സോൺ ടാറ്റയുടെ കൂട്ടത്തിൽ കുളമാവുള്ള നമ്മുടെ 12th മാൻ ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു റിസോർട്ട് ഉണ്ടല്ലോ, അവിടെയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അതായത് കേരളത്തിലെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു റീജിയനിലുള്ള ഒരു 10-35 സിയാറ ഓണേഴ്സിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഡ്രൈവിന് വന്നതാണ്. അപ്പോൾ ആ ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലം കൂടിയിട്ടാണല്ലോ ഞാനിന്ന് സിയാറ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഒരു കുറച്ച് ലോങ് ടേം റിവ്യൂസും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ലെക്സോൺ ഓർഗനൈസ് ചെയ്തിട്ടുള്ളൊരു ഡ്രൈവാണ്. അപ്പോൾ ഇപ്പോൾ ഞാനും ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഇത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനിവരുടെ ഒരു വെഹിക്കിൾ മേടിച്ച് കൂടി. എന്നാൽ ബാക്കി കിടക്കുന്നൊക്കെ കസ്റ്റമേഴ്സിൻ്റെ വെഹിക്കിളാണ്. അപ്പോൾ ഇന്ന് ഞാൻ അറിഞ്ഞൊരു വലിയൊരു ഫാക്റ്റ് എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിയാറ അല്ലെങ്കിൽ ടാറ്റ കേരളത്തിൽ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അതായത് ഇവർക്കിപ്പോൾ കൊടുക്കാൻ വണ്ടികളില്ല. കേരളത്തിൽ ഏതാണ്ട് 500-600 വെഹിക്കിൾസ്, അതായത് ആൾക്കാർ ക്യൂവിലാണ്, പക്ഷേ കൊടുക്കാനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർക്ക് കുറവാണ്. ഏകദേശം 500-600 വണ്ടികൾ മാത്രമേ കേരളത്തിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് ഇന്നിപ്പോൾ ടാറ്റയുടെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചപ്പം മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഇവർക്ക് ഏകദേശം ഒരു 8,000 തൊട്ട് 9,000 വരെ ഇവർക്ക് ഒരു മാസം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ടാറ്റയ്ക്ക് വരുന്നുള്ളൂ. അത് മുഴുവൻ നോർത്തേൺ സൈഡ്സിലേക്കാണ് പോകുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് വെഹിക്കിൾസാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിയാറ കുറച്ച് കാലത്തിനുള്ളിൽ മേ ബി ഒരു 2-3 മാസത്തിനുള്ളിൽ അവർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിലെ ടോപ്പ് സെല്ലിംഗ് മോഡലാവും. അതിന് കുറേയധികം റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യമാണ്, അതായത് എന്ത് രസമാണെന്ന് നോക്കി ഇതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ സ്റ്റൈൽ കാണാനായിട്ട്. ഈ ഫ്രണ്ട് പോർഷനേക്കാളും എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ സ്ലാങ് ആണ് ഈ ഒരു ബാക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കാണിച്ചു കൊടുത്തരാം. അതായത് പണ്ടത്തെ ആ ഒരു സിയാറയുടെ ഒരു ഐക്കോണിക് ഫീൽ തരുന്ന രീതിയിൽ ഉള്ളൊരു ഡിസൈൻ സ്റ്റൈലാണ് ഇതിലൂടെ പോയിരിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാർ മിസ്റ്റ് എന്ന് പറയുന്നൊരു കളർ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ കളറുകളും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടെന്നുള്ള മനസ്സിലായി. ഈ മൂന്നാർ മിസ്റ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ബ്രൗൺ ആയിട്ട് തോന്നും, ചില സമയത്ത് നമുക്ക് ദാണ്ടെ ഒരു പച്ച ഷെയ്ഡ് പോലെ തോന്നും. അതാണ്ട് ഇവിടെ ഞാൻ കാണാത്തൊരു കളർ ഞാൻ കണ്ടു കേട്ടോ. ഇതൊരു സിൽവർ, അതായത് സിയാറയുടെ ഒരു സിൽവർ ഇവിടെ കിടപ്പുണ്ട്, വൈറ്റ് കിടപ്പുണ്ട്. വൈറ്റും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊന്ന് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡിസൈനിങ് എന്ന് പറയുന്നത്. വൈറ്റ് വരുമ്പം വണ്ടി വളരെയധികം മാസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ പല വെഹിക്കിൾസിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അതിന് ബാക്കിൽ സ്പേഷ്യസ് അല്ലെന്നുള്ളതാണ്. പക്ഷേ ഇവൻ്റെ ബാക്ക് എന്ന് പറയുന്നത് അത് വളരെയധികം സ്പേഷ്യസ് ആണ്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയറിലേക്ക് പോകാം. അതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ റിസോർട്ടിൽ ഫുൾ ആക്ടിവിറ്റീസ് നടക്കുക. അത് ഞാൻ പറഞ്ഞ പോലെ ലെക്സോണിൻ്റെ പാട്ടായിട്ട് അവർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി കോൺസെപ്റ്റ് തന്നെയാണ്. അത് ശരിക്കും ടാറ്റയുടെ ആ ഒരു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടേക്കുന്നത് സത്യം പറഞ്ഞാൽ BMW-നും ബെൻസിനും ഒക്കെ നമ്മൾ BMW-ൻ്റെ M ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് പോകാറില്ലേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റുകൾ ഇപ്പോൾ ദാണ്ട ലെക്സോൺ ടാറ്റ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ടാറ്റ കാസിലും അതായത് സിയാറ ഓണേഴ്സിനും, അതായത് സിയാറ മാത്രമല്ല പല ഓണേഴ്സിനും കഴിഞ്ഞിടയ്ക്ക് ഒരു ഹാരി റീവിങ് കൊണ്ട് വേറൊരു വലിയ ഡ്രൈവ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തും അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർവീസ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ എന്താണെങ്കിലും കുറേയധികം സോർട്ടഡ് ആവുന്നുണ്ട്. ഇനി ദാണ്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് മോഡ് ചെയ്തേക്കുന്നൊരു മോഡലാണ്. ആ ഒരു ആക്സസറീസ് കുറച്ചൊക്കെ ചെയ്തേക്കുന്നൊരു മോഡലാണ് ഈ കിടക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് അല്ല. അപ്പോൾ ദാണ്ട് അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ദാണ്ട് ഒരു ഡ്യുവൽ കളർ തീമാണ് വരുന്നത്. 3 സ്ക്രീൻ വരുന്നില്ല, 2 സ്ക്രീനാണ് വരുന്നത്. എന്നാലും അത്യാവശ്യം ഫീച്ചേഴ്സും ഒക്കെ അതിന് വരുന്നുണ്ട്. ഇനി കംപ്ലീറ്റ്ലി ഡിഫൻഡർ കിറ്റ് കയറ്റിയ ഒരു മോഡലും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ഒരു ഡിഫൻഡർ കിറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ ചവിട്ടി മുകളിൽ കയറാം എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ടെൻ്റൊക്കെ അടിക്കണമെങ്കിൽ അടിക്കാം, അങ്ങനെ ഒരു ഓപ്ഷനാണ്. ദാണ്ട് ഇവിടെ കുറച്ചുകൂടെ ഒരു റഫായിട്ടുള്ള എലമെൻറ്റ്സ്, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ സ്ക്രാച്ചൊക്കെ വീഴാനുള്ള സാധ്യത ഉണ്ടല്ലോ, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള റഫായിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ റിസോർട്ടിൽ വന്നിട്ടുള്ള ഇവരുടെ കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ക്ലിപ്പും ഷോർട്സും ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിൻ്റെ ഷോർട്സ് ഇപ്പോൾ അകലിൽ കാണിച്ചു തരും. അത് നമുക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് സിയാർ ഒന്നുകൂടെ ഡ്രൈവ് ചെയ്യാം. നമുക്ക് അനിലിനോട് ഓടിച്ച് നോക്കാൻ പറയാം. അമല ഇതുവരെ വലിയ SUV ഒന്നും ഓടിച്ചില്ല, നമുക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമലേനെ കൊണ്ട് നമുക്ക് ഓടിപ്പിക്കാം. അതിൻ്റെ ഒരു ക്ലിപ്പും ഒക്കെ ആഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ 1.5 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. അതായത് അവരുടെ ഒരു പുതിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് വരുന്നത്. ഈ ശരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ ഓടിക്കുന്ന ഫീലിംഗ് ആണ് ശരിക്കും നമ്മുടെ ഈ പുതിയ സിയാറ തരുന്നത്. ഇതിന് 3 വേരിയൻസിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 1.5 ടെർബോ ഉണ്ട്, ഒരു 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 1.5 ലിറ്ററിൻ്റെ ഡീസലും ഉണ്ട്. പിന്നെ ഇതിൽ കുറേയധികം അതായത് ഡിസൈൻസിനൊക്കെ ഇവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൺവൈസർ ഉണ്ടല്ലോ, ഇത് 8 വേ അഡ്ജസ്റ്റബിളാണ്. ഇതുണ്ടോ 8 വേയിൽ നമുക്ക് താണ്ടെ ഇവനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു രീതിയിലുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാവാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അകം എടുത്തു കഴിഞ്ഞാൽ ലെവൽ 2 ADAS വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തൊരു സ്പോർട്സ് മോഡുണ്ട്, നോർമൽ മോഡുണ്ട്. നമുക്ക് വേണമെങ്കിൽ 3 രീതിയിൽ ടെറൈൻ, അതായത് വെറ്റ് മോഡ്, ഡ്രൈ മോഡ്, അങ്ങനെ 3 ടെറൈൻ മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. 2 വീൽ ഡ്രൈവ് ആണ്, പക്ഷേ പിന്നെ ഫ്യൂച്ചറിൽ ഓൾ വീൽ ഡ്രൈവ് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, വളരെ രസമുള്ള ആംബിയൻ ലൈറ്റിംഗ് ആണ്. നമ്മൾ ഓരോ മോഡ് മാറുന്നതനുസരിച്ച് ഇത് കണ്ടോ ഓരോ കളർ തീമും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് റഫ് മാറ്റി നമുക്ക് നോർമൽ തന്നെ ഇട്ടാക്കാം. ഇപ്പോൾ തന്നെ നോർമൽ വന്നപ്പോൾ ഒരു ഇതൊക്കെ സെറ്റിങ്സിൽ കയറി മാറാം. പിന്നെ നമ്മുടെ 3 സ്ക്രീൻ സെറ്റപ്പ് ഉണ്ട്. ഇതിൻ്റെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു USB എന്ന് പറയാൻ പറ്റും. തേർഡ് സ്ക്രീനിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരാൾക്ക് ഇരിക്കുന്ന ആൾക്ക് ഹെഡ്സെറ്റ് കുത്തി ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രൊവിഷൻ വരുന്നുണ്ട്. അതായത് ഡ്രൈവറെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ ഹെഡ്സെറ്റ് കുത്തി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ പറഞ്ഞാൽ വലിയൊരു സൺറൂഫാണ് വരുന്നത്. ബാക്ക് സീറ്റിൽ നിന്നുള്ള വീഡിയോ ഇപ്പോൾ അകലാടി, അതിനകത്ത് ഞാൻ മൈക്ക് കുത്തിയില്ല, എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ബാക്ക് സീറ്റിൽ ഞങ്ങൾ 3 പേര് ഇരുന്നപ്പോഴും വളരെയധികം സ്പേഷ്യസ് ആണ്. ഇപ്പോൾ നമ്മൾ വേറെ സെഗ്മെൻറ്റിലുള്ള വെഹിക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് പുതിയ ലോഞ്ചസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ്റെ ബാക്ക് സീറ്റ് ഭയങ്കര രസമാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന് മറ്റേ അഡാപ്റ്റീവ് സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് യാത്രാസുഖവും അടിപൊളി. 410 mm വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഈ പെട്രോൾ ഓടിക്കുമ്പോൾ ഇത് കുറച്ചൊരു ലൈറ്റ് ഫീലിംഗ്, അത് ഞാൻ പഴയ റിവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞാൽ ഒരാളൊരു സ്പ്രിൻ്റ് ഓടാൻ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതിന് കിട്ടുന്നത്. ഡീസൽ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ റോഡിൽ ഇരുന്ന് പോകുന്നൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. നോർമൽ 1.5 ലിറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല. ഗിയർ ബോക്സ് ആണെങ്കിലും എന്താണ്ടേ വളരെയധികം സ്മൂത്താണ് ഗിയർ ബോക്സ്. നമ്മൾ വേണ്ട വൈപ്പർ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ട് അല്ലെ പ്രിസൈസ് ആയിട്ടാണ് അതിൻ്റെ ഒരു ക്ലീനിങ് മെക്കാനിസം നടക്കുന്നത്. ഒരു സൗണ്ടോ ബഹളോ സ്ക്വീക്കി നോയ്സോ ഒന്നുമില്ല. അതൊക്കെ ടാറ്റ ക്വാളിറ്റിയുടെ കേസിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അഖില റോഡൊന്ന് കാണിച്ചാൽ, അതായത് ഒരു പൊട്ടിപ്പൊളഞ്ഞ റോഡ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റഫ് മോഡ് ഒന്ന് ഇട്ട് നോക്കാം. അതാണ്ട് ഈ കാണിക്കുന്നതിൽ കാണിച്ചു കൊടുത്തേ. റഫ് മോഡ് എന്ന് പറഞ്ഞ മോഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഹിൽ ഹോൾഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ താണ്ടെ ജസ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കിയോ, എൻ്റെ കാല് ഞാൻ താണ്ടെ മാറ്റി വെച്ചു. എത്ര സെക്കൻഡ് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു നോക്കാം. ഇതുവരെ പുറകോട്ട് ഉണ്ടിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ബാക്കിൽ കുറച്ച് ബൈക്ക് വരുന്നുണ്ട് താണ്ട് ഇവിടെ ഇതിൽ കാണിച്ചുണ്ട്. നമുക്ക് അഡാസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് മോട്ടർ വരുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇവൻ എങ്ങനെ കയറും എന്നുള്ളത് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഹാൻഡ് ബ്രേക്കിന് സ്വിച്ചൊന്നുമില്ല. കയറി ഇരുന്നിട്ട് ഡോർ അടിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എന്താ വരത്തുള്ളൂ, ഹാൻഡ് ബ്രേക്ക് വരത്തുള്ളൂ. ഞാൻ താണ്ട റഫ് റോഡ് മോഡ് ആക്ടിവേറ്റ് ചെയ്തു. വണ്ടി ക്രൗൾ ചെയ്ത് കയറുന്നത് നോക്കിയാണേ, കണ്ടോ ഒരു വീൽ സ്പിൻ പോലും വരുന്നില്ല, വൃത്തിക്കത് കയറുന്നുണ്ട്. നമുക്ക് ഈ 360 ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കണ്ട വളരെ സിമ്പിളായിട്ട് അവനെ എടുത്ത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും വളരെയധികം യൂസ്ഫുൾ ആട്ടോ. നമുക്ക് സ്ലോ സ്പീഡ്സിലും അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ താണ്ടെ ഫസ്റ്റ് സിയാറയുടെ ബാക്കിൽ ഇരുന്നാക്കാന്ന് വെച്ചു. താണ്ടെ ഇവിടെ സൺവൈസർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ വലിയ പനോറമിക് സൺറൂഫ് ഉണ്ട്. താഴെ 65 വാട്ട്സിൻ്റെ ചാർജർ ഞാൻ നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ ഒന്ന് കുത്തിയിട്ടേക്കുവാണ്. ഭയങ്കര അധികം സ്പേഷ്യസ് ഇതുണ്ട്. ഞങ്ങളൊരു 3 പേര് ഇരുന്നിട്ട് പോലും വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിൽ താണ്ടെ AC വെൻറ്റ്സ് വരുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ ബാക്ക് സീറ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ അഡാപ്റ്റീവ് സസ്പെൻഷനാണ്, നല്ല കുലുക്കമുള്ള ബാഡ് റോഡ്സ് കൂടെ പോകുന്നത്. എന്നിട്ട് ഇതിൻ്റെ അടിപൊളിയായിട്ടാണ് അവൻ ഹാൻഡിൽ ചെയ്തെന്ന് നോക്കി. ഇപ്പോൾ ഈ സർവീസിൻ്റെ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടാറ്റ ഒത്തിരിയധികം എഫോർട്ട് ഇടുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവ് എന്ന് പറയുന്നത്. കസ്റ്റമർ ഫീഡ്ബാക്കും അവർ എത്രമാത്രമാണ് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് പല കമൻറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ടാറ്റയുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ എടുക്കത്തില്ലെങ്കിൽ തന്നെ ഇതുപോലെ ഡ്രൈവ് വിളിച്ച് നടത്തും, ഒരിക്കലും ഇല്ല. അത് ആ ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിൻ്റെ പാട്ടാണ്. ഇപ്പോൾ ലെക്സോൺ ടാറ്റയ്ക്കാണെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട് ഫോർ ദ സെയിം. ഇന്നത്തെ ഇവൻ്റെ ഞാൻ മാത്രം വരുന്നെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് കണ്ട എല്ലാവരും കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ബാക്കി ഇരിക്കുന്നത് കാണിച്ചു. ബാക്കി ഇരിക്കുന്ന 3 4+1 എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 4+1 അഖില്, അങ്ങനെ 4 ഇത്രയും പേരായിട്ടാണ് വന്നത്. പിന്നെ ഇപ്പോൾ അമല ഓടിച്ചു നോക്കി, ഞങ്ങൾ 1-2 റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് വേണ്ടി നമ്മൾ പോകുന്ന വഴിക്ക്. റോഡ് പ്രസൻസ് ഒക്കെ വളരെയധികം ഒരു ഗാംഭീര്യമുള്ള റോഡ് പ്രസൻസ് ആണ്. ചെറിയ എലമെൻറ്റ്സിനൊക്കെ ഒത്തിരിയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെടുത്തോ. ഭയങ്കര രസമുള്ള വണ്ടിയാണ്. എന്താണല്ലോ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഇതിന് EV വരുന്നുണ്ടെന്ന് പറഞ്ഞു. EV വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ EV ഉണ്ടാവും. നമുക്കിതിൻ്റെ മന്യൂവറബിലിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ഇതുണ്ട്. വിസിബിലിറ്റി ശരിക്കും ഒരു പഴയൊരു സിയാറ എന്നൊക്കെ പറയുന്ന പോലെ അകത്തിരിക്കുമ്പോൾ നല്ലൊരു സ്പേഷ്യസ്നെസ് നമുക്ക് ഫീൽ. ഇപ്പോൾ ഞാൻ സസ്പെൻഷൻ്റെ ക്വാളിറ്റി ജസ്റ്റ് കാണിക്കുന്നത് കണ്ടതുണ്ടോ, ആ തിട്ടയൊക്കെ ഞാൻ ചാടിച്ചിട്ട് ഇപ്പോൾ തിട്ട അടിക്കാം, കണ്ടോ
എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവൻ ഹാൻഡിൽ ചെയ്ത് തിരിച്ച് കയറി വന്നെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം അഖിലിവിടെ വൈൻഡപ്പ് ചെയ്യും. അഖിലിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ടിടത്ത് വൈൻഡപ്പ് കൊടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യരുത്. സോ ദിസ് ഈസ് യു ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.